ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലെ ലീനിയർ ഓൾജിബ്രയിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഓരോ ക്വസ്റ്റ്യൻസിലും ഡിഫറെന്റ് കോൺസെപ്റ്റ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന പോർഷനിൽ ഫസ്റ്റ് അവർ കൊടുത്തിരിക്കുന്നത് മെട്രിക്സ് എന്നാണ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ മെട്രിക്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ ആയിരിക്കും മെട്രിക്സ് എന്ന് ചോദിക്കുന്നത്. അതുപോലെ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ള പോർഷൻ ആയിരുന്നു റാങ്ക് ഓഫ് ദ മെട്രിക്സ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റാങ്ക് ഓഫ് ദ മെട്രിക്സ്. റാങ്ക് ഓഫ് ദ മെട്രിക്സ് ആണ് സെക്കൻഡ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ. നെക്സ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് മെട്രിക്സ് ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം, അതിൽ തന്നെ കൺസിസ്റ്റൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം, അതായിരുന്നു സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ള അടുത്ത പോർഷൻ. അതിനുശേഷം ഏഗൻ വാല്യൂസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഏഗൻ വാല്യൂസ് അറിയാമെങ്കിൽ മെട്രിക്സിന്റെ ഏഗൻ വെക്ടർ എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അതിനുശേഷം ഒരു വെക്ടറിനെ ഡയഗണലി നമുക്ക് എങ്ങനെ ഡീകമ്പോസ് ചെയ്യാം, മെട്രിക്സിന്റെ ഡയഗണൽ ഡീകമ്പോസിഷൻ, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ്. അത്രയായിരുന്നു ലീനിയർ ഓൾജിബ്രയിൽ ആഡ് ചെയ്തിട്ടുള്ള സിലബസിലെ പോർഷൻസ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെട്രിക്സിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the matrix A is given by row elements 0, 0, 1, second row 0, 1, 0, third row 1, 0, 0. ഒരു 3x3 സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. അവര് ചോദിച്ചിരിക്കുന്നത് എന്താണ്, then A raised to 6 equal to. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, ഓഫ് ഡയഗണൽ എലമെന്റ്സ്. ഈ എലമെന്റ്സിന് നമുക്ക് എന്തെന്ന് പറയാം, ഓഫ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയാം. അത് ഡയഗണൽ എലമെന്റ്സ് അല്ല, എന്താണ്, ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്. ഓഫ് ഡയഗണൽ എലമെന്റ്സിൽ 1 വന്നിരിക്കുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, A raised to 6. ഒരു മെട്രിക്സ് തന്നാല് അതിന്റെ പവർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ആ മെട്രിക്സിന് അത്രയും ടൈംസ് മൾട്ടിപ്ലൈ. ഒരു വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഇപ്പം എക്സ് തന്നിട്ട് x raised to 6 ഫൈൻഡ് ചെയ്യാൻ എക്സിനെ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യും, 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ A raised to 6 ഫ്രം A കണ്ടുപിടിക്കണമെങ്കിൽ A എന്ന് പറഞ്ഞ മെട്രിക്സിനെ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം, 6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ജസ്റ്റ് A raised to 6 കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, A എന്ന് പറഞ്ഞ മെട്രിക്സിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, A സ്ക്വയർ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന മെട്രിക്സ് A ഈക്വൽ ടു എന്താണ്, 0, 0, 1, 0, 1, 0, 1, 0, 0 ആണ്. therefore A സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും, അതിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. അതെന്തായിട്ട് മാറും, 0, 0, 1, 0, 1, 0, 1, 0, 0 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. therefore ആൻസർ ഈക്വൽ ടു A സ്ക്വയറിന്റെ ആൻസർ എന്തായിരിക്കും, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആയിരിക്കും. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് എങ്ങനെ കിട്ടും, ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിനെ സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. therefore ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും, 0 into 0 പ്ലസ് 0 into 0 പ്ലസ് എന്തായിരിക്കും 1 into 1 ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും, 0 plus 0 plus 1 ഈക്വൽ ടു എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് എലമെന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോ, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. therefore ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളത്തിലെ എലമെന്റ്, therefore അത് വരും 0, 0, 1 ഇൻറ്റു 0, 1, 0, 0, 1, 0 ഇൻറ്റു 0, 0, 1 എന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ് എന്തായിരിക്കും, ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ ആൻസർ എന്തായിരിക്കും, ഇവിടെ 1ഉം 0ഉം ആണ് കോയിൻസൈഡ് ചെയ്യുന്നത്. therefore പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും, ഫസ്റ്റ് മെട്രിക്സിന്റെ സെക്കൻഡ് റോ മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും, സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം ആയിരിക്കും.
0 1 0യും 0 0 1 മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സെക്കൻഡ് എലമെന്റ് എന്തായിരിക്കും? 0 1 0 മൾട്ടിപ്ലൈഡ് വിത്ത് 0 1 0. therefore 1 ഉം 1 ഉം സെക്കൻഡ് എലമെന്റ് ആണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആയിട്ട് മാറും. നെക്സ്റ്റ് എലമെന്റ് എന്തായിരിക്കും? 0 1 0 മൾട്ടിപ്ലൈഡ് വിത്ത് 1 0 0. 0യും 1ഉം ആണ് കോയിൻസൈഡിങ് ആയിട്ട് വരുന്നത്. therefore പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. നെക്സ്റ്റ് എലമെന്റ് എന്താണ്? തേർഡ് റോ മൾട്ടിപ്ലൈഡ് വിത്ത് ഫസ്റ്റ് കോളം ആയിരിക്കും. ഫസ്റ്റ് എലമെന്റ് 1 ആണ്, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എന്താണ്? 0 ആണ്. therefore പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. സെക്കൻഡ് എലമെന്റ് എന്തായിരിക്കും? തേർഡ് റോ 1 0 0 മൾട്ടിപ്ലൈഡ് വിത്ത് 0 1 0 ആയിരിക്കും. അവിടെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് എലമെന്റ് എന്താണ്? 1 0 0 മൾട്ടിപ്ലൈഡ് വിത്ത് 1 0 0. 1 ഉം 1 ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. therefore ഫസ്റ്റ് എ സ്ക്വയറിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ ഈക്വൽ ടു 1 0 0 0 1 0 0 0 1 കിട്ടി. ഇത് ആക്ച്വലി എന്തായിരിക്കും? എ സ്ക്വയർ കണ്ടുപിടിച്ച് നമുക്ക് കിട്ടിയ ഈ മെട്രിക്സ് എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സിന്റെ പ്രോപ്പർട്ടി അറിയാം. ഐഡന്റിറ്റി മെട്രിക്സ് എത്ര ടൈപ്സ് മൾട്ടിപ്ലൈ ചെയ്താലും i raised to n എടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെ ആയിരിക്കും? ഐ തന്നെ ആയിരിക്കും. therefore എ സ്ക്വയർ 1 0 0 0 1 0 0 0 1 കിട്ടിയാല്, അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയാല് എ സ്ക്വയർ ദ ഹോൾ ക്യൂബ് എടുത്താല്, എ സ്ക്വയറിന് വീണ്ടും 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ റേസ് ടു 6 കിട്ടും. എ സ്ക്വയർ ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ എ സ്ക്വയർ ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു എന്തായിരിക്കും? ഐ റേസ് ടു 3 ആയിരിക്കും. ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും. therefore ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തന്നാല് ഓർത്തിരിക്കേണ്ട മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് ഒരു മെട്രിക്സ് ഇൻ ദ ഫോം, ഒരു ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക, ഒരു മെട്രിക്സ് ഇൻ ദ ഫോം 0 0 a 0 a 0 a 0 0 ആണെങ്കിൽ, ഒരു മെട്രിക്സ് 0 0 a 0 a a a 0 0 ആണെങ്കിൽ, ഒരു ഓഫ് ഡയഗണൽ എലിമെന്റ്സ് മാത്രം നോൺ സീറോ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ 0 0 0 a സ്ക്വയർ 0 0 0 a സ്ക്വയർ ആയിരിക്കും. ഓർത്തിരിക്കുക, ഈ ഇമ്പോർട്ടന്റ് പോയിന്റ് ഓർത്തിരിക്കുക. ഇവിടെ എക്ക് പകരം 1 ആണ് വന്നിരിക്കുന്നത്. therefore എ സ്ക്വയർ ഈക്വൽ ടു ഇത് തന്നെ ആയിരിക്കും 1 0 0 0 1 0 0 0 1 ആയിരിക്കും. അതെന്തായിരിക്കും? ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഏത് ഹയസ്റ്റ് പവർ എടുത്താലും നമുക്ക് എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്? ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. therefore ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ പോയിന്റ് മാത്രം ഇവിടെ ഓർത്തിരിക്കുക. സാറേ എ ക്യൂബ് ആണെങ്കിൽ എന്ത് വരും സാറേ? എ റേസ് ഇപ്പൊ എ 6 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയി കിട്ടേണ്ടത്. അപ്പൊ എ ക്യൂബ് ആണെങ്കിൽ എന്ത് കിട്ടും? ഏതെന്നെ വരത്തില്ലയോ? ഇല്ല, ഏതെന്നെ ആവത്തില്ല. എ ക്യൂബ് ആണെങ്കിൽ അതായത് ഈവൻ ഓൾ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എ വരും, ഈവൻ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഐയും വരും അല്ലേ? ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടാണോ പറയുന്നത് അതോ ഇതിനെ ബേസ്? ഞാൻ കോമൺലി സാറിന് നമ്മൾ ക്വസ്റ്റ്യനിൽ എ ഇസ് ഈക്വൽ ടു അതൊരു ഓഫ് ഡയഗണൽ മെട്രിക്സ് അല്ല ഇത് എ? അപ്പൊ എ റേസ് 6 ആകുമ്പോഴത്തേനും നമുക്ക് ആയി കിട്ടി. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എ ക്യൂബ് ആണെങ്കിൽ ഇത് തന്നെ അല്ലായിരിക്കും കിട്ടുന്നത്. എ ക്യൂബ് ആണെങ്കിൽ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് 0 0, ഈ എ സ്ക്വയറിന് വീണ്ടും എ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0 0 എ ക്യൂബ് കിട്ടും. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താലും തേർഡ് കോളം ചെയ്താലും 0 വരും. therefore വരുന്നത് 0 എ ക്യൂബ് 0 വരും. ഇവിടെ എ ക്യൂബ് 0 0 വരും. ഓക്കെ, അന്നേരം 0 0 എ 0 a 0 a 0 0 എന്ന് പറയുന്നത് മെട്രിക്സ് ആണെങ്കിൽ എ സ്ക്വയർ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. എ ക്യൂബ് വീണ്ടും ഈ ഫോമിൽ തന്നെയായിരിക്കും. ഓർത്തിരിക്കുക, ഈവൻ പവേഴ്സ് മൊത്തം അതിന്റെ ഓഫ് ഡയഗണൽ എലമെന്റ്സ് മെയിൻ ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് വരും. തിരിച്ച് ഓഡ് പവേഴ്സ് മൊത്തം അതിന്റെ പവർ തന്നെ ആയിരിക്കും, പക്ഷെ അതെന്തായിരിക്കും? ഓഫ് ഡയഗണൽ എലമെന്റ്സ് തന്നെ ആയിരിക്കും. ഒരു ഡൗട്ട് ചോദിച്ചോളൂ. ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് 1 ആവുന്നതാണോ ഐ? ഡയഗണൽ എലമെന്റ്സ് സെയിം ആവുന്നതാണോ ഐ? ഡയഗണൽ എലമെന്റ്സ് സെയിം ആകുന്നത് സ്കാലർ മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ്സ് സ്കാലർ മെട്രിക്സ് ആണ്. ഇപ്പൊ എക്സാമ്പിള്
500,050,005. ഇത് ആക്ച്വലി ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. പക്ഷേ ഡയഗണൽ എലമെന്റ്സ് എന്തല്ല, 1 അല്ല. ഒരു ഡയഗണൽ മെട്രിക്സിൽ തന്നെ ഡയഗണൽ എലമെന്റ്സ് 1 ആയാലും നമുക്ക് അതിന് എന്തെന്ന് പറയാം, ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. അന്നേരം ഇതിനെ നമുക്ക് പറയാം 5 ടൈംസ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. ഐഡന്റിറ്റി മെട്രിക്സിനെ 5 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഗിവൺ മെട്രിക്സ് കിട്ടും. 5 കോമൺ ആയിട്ട് എടുക്കാം. 5 കോമൺ ആയിട്ട് എടുത്തത്. Therefore ഈ ടൈപ്സ് ഓഫ് മെട്രിക്സിനെ പറയുന്നവരാണ് സ്കാലാർ മെട്രിക്സ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്നിട്ട് ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ റാങ്ക് ഓഫ് ദ മെട്രിക്സ് ആണ് നമ്മുടെ സിലബസിലെ സെക്കൻഡ് പോർഷൻ. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ മെട്രിക്സ് ഈസ് ഗിവൺ ബൈ ഫസ്റ്റ് റോ 4 2 1 3, സെക്കൻഡ് റോ 6 3 4 7, തേർഡ് റോ 2 1 0 1. അവര് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, റാങ്ക് ഓഫ് ദ മെട്രിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരു മെട്രിക്സ് എടുത്താൽ അതിന്റെ ഓർഡർ എന്തോ ആയിക്കോട്ടെ, സ്ക്വയർ മെട്രിക്സോ അല്ലെങ്കിൽ റെക്ടാങ്കുലർ മെട്രിക്സോ ആയിക്കോട്ടെ, എന്താണേലും ആ മെട്രിക്സില് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ഓർഡർ മൈനർ മെട്രിക്സ് അറ്റ് വിച്ച് ദ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാല് ഈ ഒരു മെട്രിക്സിൽ നിന്ന് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് സ്ക്വയർ മെട്രിക്സ് എന്താണ്, ഇത് 3/4 മെട്രിക്സ് ആണ്. 3/4 മെട്രിക്സിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് സ്ക്വയർ മെട്രിക്സ്. എപ്പോഴും സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എന്ത് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, ഡിറ്റർമിനന്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഒരു റെക്ടാങ്കുലർ മെട്രിക്സിന് ഒരിക്കലും എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞൊരു സ്കാലാർ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 3/4 മെട്രിക്സില് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് എന്താണ്, 3/3 ആണ്. ഇങ്ങനെ മേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മേക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യാം, ഫസ്റ്റ് 2 കോളവും തേർഡ് കോളവും വെച്ചിട്ട് മേക്ക് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിലും മേക്ക് ചെയ്യാം. അങ്ങനെ 3/3 മെട്രിക്സ് മേക്ക് ചെയ്തിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്തായിരിക്കും, 3 ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ എങ്ങനെ 3/3 മെട്രിക്സ് മേക്ക് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുമ്പോഴും ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ റാങ്ക് ഒരിക്കലും 3 ആകത്തില്ല. 3യേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും. 3യേക്കാളും കുറവാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു ട്രൈ ചെയ്യും, 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യും. ഇവിടെ 2/2 മെട്രിക്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോം ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്താല് 4 2 6 3 എടുത്താല് അതിന്റെ ഡിറ്റർമിനന്റ് എന്താണ്, 4 × 3 - 6 × 2 ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. ഇങ്ങനെ ഒരു 2/2 മെട്രിക്സ് എടുത്താൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും, 2 × 4 - 3 × 1 ഈക്വൽ ടു 8 - 3 എന്താണ്, 5 ആണ്. ഓക്കെ, അതായത് അവിടെ 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. Therefore റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്തായിരിക്കും, 2 ആയിരിക്കും. ഇനി ഇതും 0 ആണെങ്കിൽ റാങ്ക് എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സിംഗിൾ എലമെന്റ് ആയിരിക്കും. അത് വീണ്ടും ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അന്നേരം ഓർത്തിരിക്കുക, റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏറ്റവും ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, റോ ഇൻറ്റു കോളം. അതിന് പറയുന്ന നമ്പർ ഓഫ് റോസിനെയോ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളത്തിനെയോ പറയുന്ന പേരാണ് എന്ത്, ഓർഡർ ഓഫ് ദ മെട്രിക്സ്. ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഓഫ് ദ മൈനർ മെട്രിക്സ് എന്ന് പറഞ്ഞാല് ഒരു മെട്രിക്സിൽ നിന്ന് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന സ്മോൾ മെട്രിക്സ് എന്ന് പറയുന്നവരാണ് എന്ത്, മൈനർ മെട്രിക്സ്. അന്നേരം ഇവിടെ നമുക്ക് 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് എന്തായിരിക്കും, റാങ്ക് 3 ആയിരിക്കും. എല്ലാ 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് 3 ആകത്തില്ല. എന്തായിരിക്കാം, ചിലപ്പം 2 ആയിരിക്കാം. 2 ആണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഓരോ 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ത് ചെയ്ത് നോക്കണം, ഫൈൻഡ് ചെയ്ത് നോക്കണം. അറ്റ്ലീസ്റ്റ് വൺ ഏതെങ്കിലും ഒരു 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് എന്തായിരിക്കും, 2 ആയിരിക്കും. അന്നേരം ഒരു വലിയ മെട്രിക്സ് തന്നാൽ, എക്സാമ്പിൾ ഒരു 4/5 മെട്രിക്സ് തന്നാൽ അല്ലെങ്കിൽ 4/4 മെട്രിക്സ് തന്നാല് അതിനകത്ത് കുറെ മെട്രിക്സ് വരും. അന്നേരം എല്ലാ മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്ത് നോക്കിയിട്ട് റാങ്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്, ഡിഫിക്കൽട്ട് ആണ്. Therefore നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു,
ഒരു പർട്ടിക്കുലർ മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ മെത്തേഡിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു, ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു മെട്രിക്സിനെ ഏത് ഫോമിൽ കൺവേർട്ട് ചെയ്യും, റോ എക്ലിയൻ ഫോമിൽ കൺവേർട്ട് ചെയ്യും. ആ റോ എക്ലിയൻ ഫോമിൽ കൺവേർട്ട് ചെയ്താൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ്, ഒരു റോയില് സീറോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര എണ്ണം ഉണ്ടോ ആ നമ്പർ ഓഫ് റോസിന്റെ കൗണ്ട് ആയിരിക്കും എന്ത്, റാങ്ക് ഓഫ് ദ മെട്രിക്സ്. അപ്പം റോ എക്ലിയൻ ഫോമിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പം റോ എക്ലിയൻ ഫോമിൽ കൺവേർട്ട് ചെയ്യാൻ ഈ ഈ 3 റോസിന് എടുക്കണം. 3 റോസ് ആരൊക്കെയാണ്, 4 2 1 3 6 3 4 7. മൂന്നാമത്തെ റോ ആയിരുന്നു 2 1 0 1. ആ 2 1 0 1നെ ആ റോ എക്ലിയൻ ഫോമിൽ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അത് ഞാൻ ഫസ്റ്റ് റോ ആക്കി മാറ്റുന്നു. ഫസ്റ്റ് റോ ആക്കി മാറ്റിയാലും റാങ്കിൽ വ്യത്യാസം വരത്തില്ല, ഡിറ്റർമിനന്റ് ഡിഫറെന്റ് ആയിരിക്കും. നമുക്കറിയാം, ഒരു റോസ് 2 റോസിനെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താൽ, 2 റോസിനെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്ത് സംഭവിക്കും, ഒരു മൈനസ് എക്സ്ട്രാ വരും. ഒരു 2 റോസിനെ പരസ്പരം മാറ്റിയാൽ ഡിറ്റർമിനന്റ് എന്തായിട്ട് മാറും, അതിന്റെ ആക്ച്വൽ സൈനിന്റെ നെഗറ്റീവ് ആയിട്ട് മാറും. വീണ്ടും 2 റോയെ മാറ്റിയാലോ അത് വീണ്ടും പോസിറ്റീവ് ആയിട്ട് മാറും. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ ഒരു 2 റോസ് പരസ്പരം മാറ്റിയാൽ ഡിറ്റർമിനന്റ് എന്തായിട്ട് മാറും, നെഗറ്റീവ് ആയിട്ട് മാറും. 2 റോസ് പരസ്പരം മാറ്റിയാലോ 2 നെഗറ്റീവ് വരും. therefore സെയിം ഡിറ്റർമിനന്റ് തന്നെ ആയിരിക്കും. ഇവിടെ ഞാൻ കാൽക്കുലേഷന്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് 3rd റോയിനെ എന്താക്കി മാറ്റി, ഫസ്റ്റ് റോ ആക്കി മാറ്റി. 3rd റോയിനെ എന്താക്കി മാറ്റി, ഫസ്റ്റ് റോ ആക്കി മാറ്റി. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് റോയിനെ എന്താക്കി മാറ്റി, സെക്കൻഡ് റോ ആക്കി മാറ്റി. സെക്കൻഡ് റോയിനെ എന്താക്കി മാറ്റി, 3rd റോ ആക്കി മാറ്റി. ഓക്കെ, നമ്പർ ഓഫ് റോസ് സെയിം തന്നെയാണ്, പക്ഷെ റോയിലെ എലമെന്റ്സിനെ ഞാൻ പരസ്പരം എന്ത് ചെയ്തു, ഇന്റർചേഞ്ച് ചെയ്തു. അന്നേരം ഇതിനെ വെച്ചിട്ടാണ് റോ എക്ലിയൻ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. റോ എക്ലിയൻ ഫോം എന്താണെന്ന് പറയാം. ഒരു മെട്രിക്സ് എടുത്താല് അതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സിന് താഴെ മൊത്തവും 0 ആണെങ്കിൽ ആ ഫോമിന് പറയുന്ന പേരാണെന്ത്, റോ എക്ലിയൻ ഫോം. അങ്ങനെ 0 ആക്കുമ്പം ചില കേസിൽ ഇവിടുത്തെ എലമെന്റ്സ് എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. ചില കേസിൽ അവിടുത്തെ എലമെന്റ്സ് എന്തായിരിക്കും, നോൺ 0 ആയിരിക്കും. എന്നാൽ അവിടുത്തെ എലമെന്റ്സ് നോൺ 0 ആണെങ്കിൽ നമ്പർ ഓഫ് നോൺ 0 റോസ് എത്ര വരും, 3 എണ്ണം വരും. therefore റാങ്ക് എത്ര ആയിരിക്കും, 3 ആയിരിക്കും. ഇനി ഇതിന് 3 എണ്ണത്തിന് 0 ആക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ എലമെന്റ്സും 0 ആയിട്ട് പോയാല് നമ്പർ ഓഫ് നോൺ 0 റോസ് എത്രയാണ്, ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും മാത്രമേ നോൺ 0 എലമെന്റ്സ് ഉള്ളൂ. therefore റാങ്ക് ഓഫ് ദി മെട്രിക്സ് എന്താണ്, 2 ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ 2 എലമെന്റ്സിനെ ഈ 3 എലമെന്റ്സിനെ 0 ആക്കുന്നതിന് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഏത് ഓപ്പറേഷൻ വെച്ചിട്ടാണ്, റോ ഓപ്പറേഷൻസ് വെച്ചിട്ടാണ്. ഓക്കെ, അതെന്താണെന്ന് പറയാം. 6 3 4 7 ആണ്. ഓക്കെ, ഫസ്റ്റ് റോയിലെ താഴത്തെ ഫസ്റ്റ് എലമെന്റും 3rd റോയിലെ 6ഉം 3നെ എന്താക്കി മാറ്റണം, 0 ആക്കി മാറ്റണം. ഏത് റോ വെച്ചിട്ടാണ് 0 ആക്കേണ്ടത്, ഫസ്റ്റ് റോ വെച്ചിട്ടാണ് 0 ആക്കേണ്ടത്. ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ആരൊക്കെയാണ്, 2 1 0 1 ആണ്. ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ആരൊക്കെയാണ്, 2 1 0 1 ആണ്. ആ 2 വെച്ചിട്ട് ഈ 4നെ നമുക്ക് എങ്ങനെ 0 ആക്കാം, R2 implies R2 minus 2 R1. R2 നിന്ന് 2 times R1 കുറച്ചാൽ, R2 നിന്ന് 2 times R1 കുറച്ചാല് 4 മൈനസ് എന്തായിട്ട് മാറും, 4 മൈനസ് 2 times 2 ഈക്വൽ ടു എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അതുപോലെ R3 implies പുതിയ R3 ഈക്വൽ ടു പഴയ R3 മൈനസ് 3 times R1 എടുക്കുന്നു. 3 times R1 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6 മൈനസ് 3 times 2 ഈക്വൽ ടു എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അതുപോലെ 3യിൽ നിന്ന് 3 times 1 കുറയ്ക്കുമ്പോഴും ഈ 3 എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. therefore നമുക്ക് അത് ഏത് ഫോമിലായിട്ട് മാറും, റോ എക്ലിയൻ ഫോമിലായിട്ട് മാറും. ഇവിടെ R2ഉം R3യും മാത്രമാണ് ചേഞ്ച് ചെയ്തത്. R1ൽ എന്ത് കാണത്തില്ല, ഒരു ചേഞ്ചും കാണത്തില്ല. therefore പുതിയ മെട്രിക്സ് ഈക്വൽ ടു എന്തായിട്ട് മാറും, പുതിയ മെട്രിക്സ് ഈക്വൽ ടു ഫസ്റ്റ് റോ 2 1 0 1 ആയിരിക്കും. R2ൽ നിന്ന് 2 times R1 കുറയ്ക്കുമ്പം 4 എന്തായിട്ട് മാറും, 4 മൈനസ് 2 times 2 ഈക്വൽ ടു എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും.
രണ്ടിൽ നിന്ന് 2 ടൈംസ് 1 കുറയ്ക്കുമ്പോൾ എന്തായിട്ട് മാറും? 2 മൈനസ് 2 ഇൻറ്റു 1 ഈക്വൽ ടു എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. 1 മൈനസ് 2 ഇൻറ്റു 0 1 തന്നെ ആയിരിക്കും. 3 മൈനസ് 2 ടൈംസ് 1 ഈക്വൽ ടു എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഇനി തേർഡ് റോയ്ക്ക് എന്ത് ചേഞ്ചസ് വരും? 6 2 ടൈംസ് 2 കുറച്ചാൽ എന്തായിട്ട് മാറും? 3 ടൈംസ് 6 മൈനസ് 3 ഇൻറ്റു 2 ഈക്വൽ ടു 0 ആയിട്ട് മാറും. 3 മൈനസ് 3 ടൈംസ് 1 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. 4 മൈനസ് 3 ടൈംസ് 0 എന്ത് തന്നെ ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. നെക്സ്റ്റ് എലമെന്റ് എന്താണ്? 7 മൈനസ് 3 ടൈംസ് 1 7 മൈനസ് 3 ഈക്വൽ ടു എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുവാണ്, ഇപ്പൊ ഇത് എക്ലിയൻ ഫോമിലായിട്ട് മാറിയോ? ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് എക്ലിയൻ ഫോമിലോട്ട് മാറിയിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാല് എക്ലിയൻ ഫോമിൽ അതെ അതാണ് എക്ലിയൻ ഫോമിൽ കൺവേർട്ട് ചെയ്യുമ്പം ഏറ്റവും ലാസ്റ്റ് റോയിലുള്ള നമ്പർ ഓഫ് സീറോസ് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? അതിന്റെ പ്രിസീഡിംഗ് റോയിലെ നമ്പർ ഓഫ് സീറോസിനെക്കാളും കൂടുതലായിരിക്കണം. ഇവിടെ ഈ ഫോമിലാണ് വന്നിരിക്കുന്നത് 0 0 ലാസ്റ്റ് റോയിലും 0 0. therefore നമ്പർ ഓഫ് സീറോസ് ഓഫ് ലാസ്റ്റ് റോയും അതിന് തൊട്ട് മുന്നിലത്തെ റോയിലും എന്താണ്? 2 സീറോസ് ആണ്, 2 സീറോസ് ആണ്. therefore അത് സ്റ്റാൻഡേർഡ് എക്ലിയൻ ഫോമിലല്ല. സ്റ്റാൻഡേർഡ് എക്ലിയൻ ഫോമിൽ ആക്കണമെങ്കിൽ ലാസ്റ്റ് റോയിൽ എത്ര സീറോ വരണം? 3 സീറോ വരണം. therefore ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം? റോ ഓപ്പറേഷൻസ് ചെയ്യണം. ഓപ്പറേഷൻസ് ചെയ്യുമ്പം ഈ 4നെ വീണ്ടും നമുക്ക് എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. ആ 4നെ നമുക്ക് എങ്ങനെ 0 ആക്കി മാറ്റാം? R3 ഇംപ്ലൈസ് R3 മൈനസ് 4ൽ നിന്ന് 4 ടൈംസ് 1 കുറച്ചാല് 4 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. therefore R3 ഇംപ്ലൈസ് R3 മൈനസ് 4 ടൈംസ് R2 എടുക്കാം. therefore പുതിയ മെട്രിക്സ് എന്തായിട്ട് മാറും? ഫസ്റ്റ് റോ 2 1 0 1 ആയിരിക്കും. സെക്കൻഡ് റോ 0 0 1 1 ആയിരിക്കും. ലാസ്റ്റ് റോ എന്തായിട്ട് മാറും? ഇവിടെ രണ്ടിടത്തും 1 ആണ്. 4 ടൈംസ് 1 കുറയ്ക്കുമ്പം രണ്ട് എലമെന്റ്സ് 2 4 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇവിടെ നോക്കിയാല് ലാസ്റ്റ് റോയില് 4 സീറോസ് ഉണ്ട്, സെക്കൻഡ് ലാസ്റ്റ് റോയില് 2 സീറോസ് ഉള്ളൂ. therefore ഇത് ഏത് ഫോമിലായിട്ട് മാറി? സ്റ്റാൻഡേർഡ് എക്ലിയൻ ഫോമിലായിട്ട് മാറി. therefore ഈ മെട്രിക്സിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആയിരിക്കും റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഇവിടെ നോക്കിയാല് ഫസ്റ്റ് റോയില് 3 നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 1 വന്നാലും മതി, പക്ഷെ 3 എണ്ണം ഉണ്ട്. therefore ഫസ്റ്റ് റോ നമുക്ക് കൗണ്ട് ചെയ്യാം. സെക്കൻഡ് റോയില് 2 നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്. therefore സെക്കൻഡ് റോ നമുക്ക് കൗണ്ട് ചെയ്യാം. തേർഡ് റോയില് ഫുൾ എലമെന്റ്സ് എന്താണ്? 0 ആണ്. therefore നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്തായിരിക്കും? 2 ആയിരിക്കും. റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഇതാണ് റാങ്ക് ഓഫ് ദ മെട്രിക്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഇത് റോ എക്ലിയൻ ഫോമില് തന്നിരിക്കുന്ന മെട്രിക്സിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? റാങ്ക് ഓഫ് ദ മെട്രിക്സ് കണ്ടുപിടിച്ചത്. റോ എക്ലിയൻ ഫോമിലുള്ള നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആയിരിക്കും റാങ്ക് ഓഫ് ദ മെട്രിക്സ്. റോ എക്ലിയൻ ഫോമില് കൺവേർട്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? നമ്പർ ഓഫ് സീറോസ് ഓഫ് ലാസ്റ്റ് റോ ആയിരിക്കണം ഹയർ. ഇവിടെ നമ്പർ ഓഫ് സീറോസ് ഓഫ് ലാസ്റ്റ് റോ ഹയർ ആയിരിക്കണം. ഇത് എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പം ABC 0 DE 0 0 F ഇതെന്താണ്? എക്ലിയൻ ഫോമിലാണ്. കാരണം എന്താണ്? ഡയഗണൽ എലമെന്റ്സിന് താഴെ മൊത്തം എന്താണ്? 0 ആണ്. therefore ഇതെന്താണ്? സ്റ്റാൻഡേർഡ് എക്ലിയൻ ഫോം ആണ്. ഇവിടുത്തെ F വേണമെങ്കിൽ 0 ആകാം. F 0 ആയാലും അതെന്താണ്? സ്റ്റാൻഡേർഡ് എക്ലിയൻ ഫോമിലാണ്. അതിന്റെ കൂടെ നമ്പർ ഓഫ് റോസ് ഓഫ് ലാസ്റ്റ് റോ ആണ് കൂടുതൽ. therefore ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് നോൺ സീറോ റോസ് കൗണ്ട് ചെയ്താല് റാങ്ക് കിട്ടും. ഇവിടുത്തെ റാങ്ക് എന്ത് തന്നെ ആയിരിക്കും? 2 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ചില കേസിൽ ഇങ്ങനെ വന്നാല് നമുക്ക് എന്ത് ചെയ്യണം? ഈ ലാസ്റ്റ് വന്ന F എന്ന് പറഞ്ഞ എലമെന്റിനെയും എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. എങ്കിലും മാത്രമേ അത് എന്തായിട്ട് മാറത്തുള്ളൂ? സ്റ്റാൻഡേർഡ് എക്ലിയൻ ഫോമിലായിട്ട് മാറത്തുള്ളൂ. സാർ ഒരു ഡൗട്ട് സാർ. ചോദിച്ചോളൂ. ഇപ്പൊ സാറ് നമ്മൾ റോസ് ഇന്റർചേഞ്ച് ചെയ്യാതെ R3 എന്ന് പറയുന്ന റോനെ നമുക്ക് വേണമെങ്കിൽ 2R3 മൈനസ് R1 കൊടുത്ത് 0 ആക്കിക്കൂടെ? ഇപ്പൊ തന്നിരിക്കുന്ന ഒറിജിനൽ മെട്രിക്സിന് തന്നെ R3 മൈനസ് R3
2R3 minus R1. ഓക്കെ 2R3 മൈനസ് R1. ഓക്കെ 2R3 മൈനസ് R1 എന്ന് കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ ഇവിടെ മെട്രിക്സ് മാറും, മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് മാറും. 2R3 എടുക്കുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് മാറും, പക്ഷെ റാങ്ക് സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു റോയിലെ എല്ലാ എലമെന്റ്സിനെയും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. 2R3 മൈനസ് R1 എന്ന് എടുത്താലും സെയിം തന്നെ കിട്ടും. ഓക്കെ അല്ലെങ്കിൽ R3 മൈനസ് 1/2 ടൈംസ് R1 എന്ന് വേണമെങ്കിലും എടുക്കാം. R3 ഇംപ്ലൈസ് R3 മൈനസ് ഹാഫ് R1 എന്ന് എടുത്താലും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, റോസിനെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ചില കേസില് തേർഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് ഓൾറെഡി 1 ആയിട്ട് തന്നാല് ആ 1 വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 6നെയും 4നെയും 0 ആക്കാൻ പറ്റും. Therefore ആ 1 ഫസ്റ്റ് വന്നാല് നമുക്ക് ഏറ്റവും എളുപ്പം എന്താണ്, ആ റോയിനെ എടുത്ത് ഫസ്റ്റ് റോ ആക്കുന്നതാണ്. അപ്പം ഇത് ഓർത്തിരിക്കുക, ഈ മെത്തേഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ജസ്റ്റ് എന്താണ്, നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് തന്നിരിക്കുന്ന മെട്രിക്സിനെ കൺവേർട്ട് ചെയ്ത് ആ സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിനെ എക്ലിയൻ ഫോം എന്ന് പറയും. അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ ബേസിക് ഫോം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആ ബേസിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താലേ ജസ്റ്റ് എത്ര നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ R3 വരണമെന്നുണ്ട്. ഒരു റോയിലെ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ഏത് കോൺസ്റ്റന്റ് വേണമെങ്കിലും എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ R1 മൈനസ് 2R3 എന്ന് പറഞ്ഞാല് R3 എന്ന് പറഞ്ഞ റോയിന് എന്ത് ചെയ്തു, -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കൂടെ R1 എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അത് പോസിബിൾ ആണ്. ചോദിച്ചോളൂ. സാർ ഫസ്റ്റ് എലമെന്റ് 1 വരണമെന്ന് നിർബന്ധം ഇല്ലേ? ഇല്ല, ഫസ്റ്റ് എലമെന്റ് 1 വരണമെന്ന് നിർബന്ധമില്ല. ഫസ്റ്റ് എലമെന്റ് 1 വന്നാല് നമുക്ക് എന്താണ്, അതിന്റെ താഴെയുള്ള എലമെന്റ്സിന് 0 ആക്കാൻ എളുപ്പമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ 1 വരുന്നത് നിർബന്ധമുള്ളത് എവിടെയാണ്, റോ ഓപ്പറേഷൻ വഴി മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഫസ്റ്റ് കോളവും തമ്മിൽ പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കുമ്പോ 0 അല്ലേ വരുന്നത്? അപ്പൊ റാങ്ക് 3 എല്ലാം നമുക്ക് ഓൾറെഡി കിട്ടിയില്ലേ? ഇനി 2വിന്റെ ചെക്ക് ചെയ്താൽ പോരെ? അങ്ങനെ എടുക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? 2 ആക്ച്വലി അത് മതിയായിരുന്നു, അത്രയും മതിയായിരുന്നു. ഇവിടെ ഫസ്റ്റ് കോൾ ഈക്വൽ ടു C1 ഈക്വൽ ടു എന്താണ്, ഹാഫ് ഓഫ് C2 ആണ്. സോറി C1 ഈക്വൽ ടു എന്താണ്, 2 ടൈംസ് C2 ആണ്. ഫസ്റ്റ് 2 കോളംസ് എന്താണ്, പ്രൊപ്പോർഷണൽ ആണ്. Therefore ഫസ്റ്റ് 2 റോസോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 റോസോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 കോളംസോ പരസ്പരം ഈക്വൽ ആവുകയോ അല്ലെങ്കിൽ പരസ്പരം പ്രൊപ്പോർഷണൽ ആകുകയോ എന്ന് പറഞ്ഞാല് ഒരു കോളത്തിലെ എല്ലാ എലമെന്റ്സിനെയും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വേറൊരു കോളം കിട്ടുന്നതെങ്കിൽ എന്തായാലും മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അന്നേരം ഈ ഫുള്ള് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായാലും എന്തായിരിക്കും, 0 ആയിരിക്കും. അന്നേരം 3/3 മെട്രിക്സ് എടുത്താൽ ഈ 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3/3 മെട്രിക്സും കൂടെ ഫൈൻഡ് ചെയ്ത് നോക്കണം. ഓക്കെ അത് നമുക്ക് 0 ആണെന്ന് നിർബന്ധമില്ല. അതിവിടെ ചെയ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. അതിന്റെ കൂടെ എന്തും കൂടെ ഫൈൻഡ് ചെയ്യണം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ആ 3/3 മെട്രിക്സും കൂടെ എന്ത് ചെയ്ത് നോക്കണം, ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്ത് നോക്കണം. എങ്കിലും നമുക്ക് പറയാം എന്താണെന്ന്, അതിന്റെ റാങ്ക് <3 ആണ്. ഓക്കെ ഇപ്പം പറഞ്ഞ പോലെ ഇതൊരു 3/3 മെട്രിക്സ് ആണെങ്കിൽ 4/4 മെട്രിക്സിന് പകരം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആണെങ്കിൽ, ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് പറയാം ഫസ്റ്റ് 2 കോളംസ് പരസ്പരം പ്രൊപ്പോർഷണൽ ആണ്. 2 കോളംസ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. Therefore റാങ്ക് എന്തായാലും എന്തായിരിക്കും, <3 ആയിരിക്കും. ഒരു 2/2 മെട്രിക്സ് എടുക്കുമ്പോൾ 3യും 0യും 4ഉം 1ഉം എടുത്താൽ 3 × 0 - 1 × 4 ഈക്വൽ ടു -4 ആണ്. Therefore 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിട്ട് മാറി, നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് മാറി. Therefore റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്തായിരിക്കും, 2 ആയിരിക്കും. ഓക്കെ തിരിച്ച് ഇത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു,
3/4 മെട്രിക്സ് ആയിരുന്നു. 3/4 മെട്രിക്സ് ആണെങ്കിൽ ടോട്ടലി എത്ര 3/3 മെട്രിക്സ് വരും? ഫസ്റ്റ് ഇതൊരു 3/3 മെട്രിക്സ് ആയിരിക്കും, ഇതൊരു 3/3 മെട്രിക്സ് ആയിരിക്കും, ഇതും വരുന്നത് എന്തായിരിക്കും? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. അന്നേരം 3 3/3 മെട്രിക്സ് വരുന്നുണ്ട്. Therefore നമുക്ക് എന്ത് ചെയ്യണം? ആ 3 3/3 മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്ത് നോക്കിയാൽ മാത്രമേ റാങ്ക് 3 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് 3/3 മെട്രിക്സിന്റെ ഇതിന്റെ റാങ്ക് എന്തായാലും ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? C1ഉം C2ഉം പരസ്പരം എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ ബാക്കി രണ്ട് 3/3 മെട്രിക്സും കൂടെ അവിടെ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈക്വലൈൻ ഫോമിൽ കൺവേർട്ട് ചെയ്തതിൽ കണ്ടുപിടിക്കാം. ഓക്കെ സാർ, താങ്ക്സ്. ഓക്കെ സാർ ഓക്കെ, വേറെ എന്തെങ്കിലും? ചോദിച്ചോളൂ. ഇതിലിപ്പോ നമ്മള് സാധാരണ അപ്പർ ട്രയാങ്കിൾ അല്ലേ കാണുന്നത്, അത് ലോവർ അല്ല, രണ്ടും കാണാൻ കഴിയും? ഇല്ല, ഇത് അപ്പർ ട്രയാങ്കുലറും അല്ല ലോവർ ട്രയാങ്കുലറും അല്ല. ഈ തന്നിരിക്കുന്ന മെട്രിക്സ് തിരിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്തത് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ ഏതിലേക്കാണ്? കൺവേർട്ട് ചെയ്യുന്നത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലോട്ടാണ്. ഒരു ഡയഗണൽ എലമെന്റ്സിന് നോൺ സീറോ വരുന്നത് എവിടാണോ അതിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതിപ്പം ഇങ്ങനെ കൺവേർട്ട് ചെയ്തപ്പം എന്താണ്? ഡയഗണൽ എലമെന്റ്സിന്റെ താഴെ മൊത്തം എന്താണ്? ഇവിടെ നോക്കിയാല് ഡയഗണൽ എലമെന്റ്സിന്റെ താഴെ ഫുൾ എന്താണ്? 0 ആണ്. ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിൽ എന്താണ്? നോൺ സീറോ ആണ്. എവിടാണോ നോൺ സീറോ വരുന്നത് അതിന്റെ ബേസിലായിരിക്കും ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും? ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. ഇതിപ്പോ നമുക്ക് ട്രാൻസ്പോസ് കണ്ടിട്ട് ചെയ്യാൻ കഴിയോ? ഇല്ല, ട്രാൻസ്പോസും അതിന്റെ റാങ്കുമായിട്ട് ഒരു റിലേഷനും ഇല്ല. ഇല്ലല്ലേ? ഓക്കെ. ഇല്ല, ട്രാൻസ്പോസ് വേറൊരു പ്രോപ്പർട്ടിയാണ്. റോസും കോളംസും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? ട്രാൻസ്പോസ്. അത് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു, കാരണം ഒരേ റോ ഓപ്പറേഷൻ നടത്താൻ എളുപ്പം കണ്ടു, കാരണം ഒരേ ഫാക്ടർ വരുന്നുണ്ടല്ലോ. 462 231 വരുമ്പോൾ നമുക്ക് ട്രാൻസ്പോസ് കാണുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു. അത് അപ്ലൈ ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല, ട്രാൻസ്പോസ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ റോ ഓപ്പറേഷൻ ചെയ്യാം, കുഴപ്പമില്ല. ഒരു മെട്രിക്സിന്റെ റാങ്കും അതിന്റെ ട്രാൻസ്പോസിന്റെ റാങ്കും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എത്ര കോളംസ് കാണും? 3 കോളംസ് കാണും. പക്ഷെ റോസ് 4 എണ്ണം കാണും. അന്നേരം 4 കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റോ ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഒരു m/n മെട്രിക്സ് തന്നാല് ആ മെട്രിക്സിന് വരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം റാങ്ക് എന്തായിരിക്കും? ഏറ്റവും മാക്സിമം റാങ്ക് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് റാങ്കിനെ നമ്മൾ റോ എന്നാണ് നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത്. മാക്സിമം റാങ്ക് ഈക്വൽ ടു എന്തായിരിക്കും? മിനിമം ഓഫ് m,n ആയിരിക്കും. m,n ആരാണോ മിനിമം അതായിരിക്കും മാക്സിമം റാങ്ക്. 3/4 മെട്രിക്സില് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഓഫ് സ്ക്വയർ മെട്രിക്സ് എന്താണ്? 3/3 ആണ്. ആ 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് എന്തായിരിക്കും? 3 ആയിരിക്കും. ഫോർ ലാർജസ്റ്റ് റാങ്ക് എന്തായിരിക്കും? അതിന്റെ ഓർഡറില് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്താണോ അതായിരിക്കും അതിന് വരാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് റാങ്ക്. ഫോർ ഈ മെട്രിക്സിന്റെ മാക്സിമം റാങ്ക് നമുക്ക് എത്ര വരാം? 3 വരാം. 3 റോസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി കാൽക്കുലേഷൻസ് കുറവുള്ളത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക.